നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാഗി കൊണ്ടൊരു വെറൈറ്റി ഡിഷാണ്. സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ രുചികരമാണ് ഇത്. നിങ്ങൾ എപ്പോഴെങ്കിലും മാഗി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷമൂസ് ക്രിയേഷൻ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തൂ. ഈ മാഗി നൂഡിൽസ് ചെയ്യുന്നതിനായി ഒരു സവാള, 2 പച്ചമുളക്, ഒരു തക്കാളി, 2 കുഞ്ഞു വെളുത്തുള്ളി, 2 മുട്ട, 2 മാഗി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റെസിപ്പി ചെയ്യുന്നതിനായി ഒരു പാൻ ചൂടാക്കണം. അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഓയിൽ ചൂടായ ഉടനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എരിക്ക് അനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കൂ. ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. മാഗി മസാലയിൽ ഉപ്പ് ആൾറെഡി ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് വേണം ചേർക്കാൻ. സവാള നല്ല വഴറ്റിയതിനു ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഒരു ടൊമാറ്റോ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കൂ. ഇതും നല്ലതുപോലെ വഴറ്റിക്കൂ. തക്കാളി വെന്ത ഉടനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ഇത് നല്ല കളറും കിട്ടും, എരിയും കുറവായിരിക്കും. മസാലയുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ശേഷം ഇതുപോലെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുക. പിന്നെ 2 മുട്ട പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 മാഗിക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെങ്കിൽ എക്സ്ട്രാ 1-2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുട്ട വെന്തതിനു ശേഷം ആ മസാലയോടൊപ്പം മുട്ടയും മിക്സ് ചെയ്യാം. നല്ല മിക്സായതിനു ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ചൂടായതിനു ശേഷം മാഗിയെ പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. മാഗി 2ആയി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ചേർത്താൽ നൂഡിൽസ് പോലെ നല്ല നീളത്തിൽ കിട്ടും. ഇതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കാം. മാഗി മസാല ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് നല്ല മണവും ടേസ്റ്റും ഇതിനായി കിട്ടുന്നത്. 1 മിനിറ്റിന് ശേഷം മാഗി തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ മാഗി വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് വേവിക്കാം. വെന്ത് വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ടേസ്റ്റിയായ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.